ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കേക്കുകളുടെ ഫൈനൽ ഡെക്കറേഷനാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ആദ്യത്തേത്. ഇതൊരു 1.5 കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൂടെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിന് ചുറ്റും നമ്മൾ വൈറ്റ് ഷെയ്ഡിലുള്ള കുറച്ച് ഷുഗർ ബോൾസാണ് കേട്ടോ വലുതും ചെറുതുമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ജിപ്സം ഫ്ലവറാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ഫ്ലവറാണ്. അപ്പോൾ ജിപ്സം എല്ലാവർക്കും അറിയായിരിക്കും. വൈറ്റ് ഷെയ്ഡിലാണ് ആ ഫ്ലവർ വരുന്നത്. നമ്മൾ കുറച്ച് റെഡ് കളർ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവർ കളർ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിഷ്യൂടെ പുറത്ത് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പ്രസൻസൊക്കെ അത് വെള്ളം നന്നായിട്ട് നമ്മുടെ ടിഷ്യൂ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ഫ്ലവർ കിട്ടും. അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് റൈറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. അടുത്ത കേക്ക് ഇതായിരുന്നു. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലൊരു കേക്കാണ്. സ്ക്വയർ ഷേപ്പിലാണ് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹൗസ് വാമിങ്ങിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൽ ഒരു വീടിൻ്റെ പിക്ക് വേണമെന്ന് മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റിങ്സ് മലയാളത്തിൽ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാസ് നോസൽ ഡിസൈനൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോണിലുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. ഇതിൽ നമ്മളൊരു സിമ്പിൾ ഫോൾട്ട് ലൈൻ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അതിൽ നമ്മൾ 2 കളർ ഷെയ്ഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, പിന്നെ നോർമലി വൈറ്റും. അങ്ങനെ 3 ഷെയ്ഡിൽ വരുന്ന രീതിക്കാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പല സൈസിലുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ബട്ടർഫ്ലൈസും കൂടെ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലും ടോപ്പ് പോർഷനിലായിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബട്ടർഫ്ലൈ കുറച്ച് വലിയ സൈസായി പോയിട്ടുണ്ട്. കുറച്ചൊരു ചെറിയ സൈസായിരുന്നെങ്കിൽ ഭംഗിയുണ്ടായെന്ന് എനിക്ക് പിന്നീട് തോന്നി. പിന്നെ നമുക്ക് ടൈം ആയതുകൊണ്ട് പിന്നെ ഒന്നും മാറ്റാനുള്ള ടൈം ഉണ്ടായില്ല. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ടോപ്പറോട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടൻ ഷീറ്റിലാണ് കേട്ടോ അതിൻ്റെ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ കേക്ക് നമ്മൾ സാന്ദ്രയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ആൾ ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇതിനൊപ്പം നമുക്ക് 5 ഡോണറ്റും കൂടി ഉണ്ടായിരുന്നു. 3 ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് 2 വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിരുന്നു. പിന്നെ ഇതൊരു 1 kg വാഞ്ചോ കേക്കാണ്. കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ വാഞ്ചോയുടെ സെയിം ഡിസൈൻ കൊടുത്തിട്ട് കുറച്ച് ഹാർട്ട്സും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതൊരു 1/2 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ ക്രംസ് ഒക്കെ ഇട്ടിട്ട് വിപ്പിംഗ് ക്രീമിൽ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 1/2 kg വാനില കേക്കായിരുന്നു. ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് ഫ്ലേവർ തന്നെയാണ്. ഇതും അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതലും ഇതുപോലെ ക്രംസൊക്കെ വെച്ചിട്ടുള്ള നോർമൽ ഡിസൈൻസ് തന്നെയാണ് കൊടുക്കാറുള്ളത്. ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ ആക്രിലിക്കിൽ റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന 2 ഹാർട്ട്സോട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കേക്കുകളുടെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കേക്കുകളുടെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു.